ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാർവേ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹു ഈസ് കമ്മിങ് ടുവേർഡ്സ് യു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ആരാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് എക്സ്പാക്റ്റ് ആണോ അതോ പുതിയ പേഴ്സൺ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്താണ് റെസനേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക. നമ്മളിവിടെ പയലൊന്നും ചൂസ് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ല. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾ, ക്യൂൻ ഓഫ് കപ്സ്, 8 ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, 9 ഓഫ് കപ്സ്, 4 ഓഫ് സോർഡ്സ്, 5 ഓഫ് സോർഡ്സ്, അതുപോലെ സ്ട്രെങ്ത് കാർഡാണ്. നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, അതുപോലെ 5 ഓഫ് പെൻറ്റിക്കിൾ ആണ്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾ ആണ്. നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് സെൽഫിഷ് ആണ്. അതായത് എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണം എന്ന തോട്ട് ഉള്ള ആളായിട്ട് കാണിക്കുന്നു. ബട്ട് അവർക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിലും തനിക്ക് സമ്പാദിക്കണം, എന്നാൽ സമ്പാദിക്കുന്നത് ഫുൾ ദൂർത്തടിച്ച് കളയാൻ ഉള്ളതല്ല, അത് ഫ്യൂച്ചറിലേക്ക് കൂടി സേവ് ചെയ്ത് വെക്കണം എന്ന മനോഭാവം ഉള്ള പേഴ്സൺ ആണെന്ന് കാണിക്കുന്നു. സോ നിങ്ങളിലേക്ക് വരുന്ന ഈ പേഴ്സൺ എന്ന് പറയുന്നത് പുറമേ അവർ സെൽഫിഷ് ആണ്, പിശുക്കനാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഭാവിയെക്കുറിച്ച്, അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. ചിലരുണ്ട് സമ്പാദിക്കുന്ന പണം ഫുള്ള് ദൂർത്തടിച്ച് കളയുന്നത്. എന്നാൽ നാളെ ആ വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കയ്യിൽ ഒന്നും തന്നെ കാണുകയില്ല, സഹായിക്കാനും ആരും കാണില്ല. എന്നാൽ നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു പേഴ്സൺ താൻ സമ്പാദിക്കുന്നതിൽ ഒരു പങ്ക് നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ആളായിട്ട് കാണിക്കുന്നു. ബിക്കോസ് ഹി ഈസ് വെരി കരിയർ ഓറിയൻറ്റഡ് പേഴ്സൺ. അതായത് അവർ ജോബിൽ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ്. മെറ്റീരിയൽ വെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സക്സസ്സിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനും മടിയില്ല എന്ന് കാണിക്കുന്നു. അതുപോലെ എനിക്കിവിടെ കിട്ടുന്ന എനർജി പ്രകാരം ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഓൾറെഡി കണ്ടുമുട്ടിയിട്ടുമുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ അറിയാം. ബിക്കോസ് ഇപ്പോൾ ആ ഒരു പേഴ്സണുമായി നിങ്ങൾ കറൻ്റ്ലി നോ കോണ്ടാക്റ്റിലാണ് എന്നാണ് കാണിക്കുന്നത്. അതിപ്പോൾ റിലേഷൻഷിപ്പ് വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തു, എന്നാൽ കറൻ്റ്ലി ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണ്. ഇനിയിപ്പോൾ ക്രഷ് ആണെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് മുൻപ് നിങ്ങൾക്ക് നല്ല അടുപ്പം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ കറൻ്റ്ലി വലിയ മിണ്ടാട്ടമൊന്നുമില്ല, കോണ്ടാക്റ്റ് ഇല്ല എന്ന അവസ്ഥയിലാണ്. ഇനി അഥവാ മാരേജ് കഴിഞ്ഞവരാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ കറൻ്റ്ലി അകന്ന് കഴിയുന്നതായിട്ട് കാണിക്കുന്നു. സോ നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണോ അതനുസരിച്ച് എടുക്കുക കേട്ടോ. മേ ബി നിങ്ങൾ ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിരിക്കുന്നത് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മേഖലയിൽ നിന്നാകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നാകാം. എന്തായാലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത് എന്നാണ് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പേഴ്സൺ വളരെ കരിയർ ഓറിയൻറ്റഡ് ആണെന്ന്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ വളരെ റിച്ച് ആയിട്ടുള്ള ആളായിട്ട് കാണിക്കുന്നില്ല, വിശപ്പിൻ്റെ വില അറിയാവുന്ന ആളായിട്ട് കാണിക്കുന്നു. കാരണം 5 ഓഫ് പെൻറ്റിക്കിൾ നമുക്ക് ബോട്ടം എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ മെജോറിറ്റി ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് വരാൻ കാരണം ഈ ഒരു പണമായിട്ട് കാണിക്കുന്നു. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ, അത് ഫിനാൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിനാൽ ഈ ഒരു പേഴ്സൺ കറൻലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ ഒന്നും എടുക്കാതെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് ഇവിടെ 4 ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നതിന് മുൻപ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ഒരു പേഴ്സണുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായതായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ട കെയർ കിട്ടാത്തതിനാൽ ഈ ഒരു പേഴ്സണോട് ചോദിച്ചിരിക്കുക. അത് ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്നോർത്ത് ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഇത്. കാരണം ഇവിടെ 5 ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട്. എന്തിനാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളോട് എന്ത് മോശം രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലും അത് അവരുടെ സിറ്റുവേഷൻ കൊണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് മറ്റ് തേർഡ് പേഴ്സൻ്റെ കൂടെ പോയ വ്യക്തിയെക്കുറിച്ചല്ല കേട്ടോ. അതുപോലെ 20% ആൾക്കാർക്ക് ഫാമിലി ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അവരെ എതിർക്കാനുള്ള സ്ട്രെങ്ത് ഈ ഒരു വ്യക്തിക്ക് മുൻപ് ഇല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണ് എന്ത് തന്നെ സാഹചര്യമാണെങ്കിലും നിങ്ങളിലേക്ക് വരാനുള്ള സ്ട്രെങ്ത് വരുന്നതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് സ്ട്രെങ്ത് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പേഴ്സണ് ഇപ്പോൾ സ്ട്രെങ്ത് വരാനുള്ള കാരണം ഒരു പരിധി വരെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണെന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ക്യൂൻ ഓഫ് കപ്പായിട്ടാണ് കാണുന്നത്. ജെൻസ് ആണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് എടുക്കുക കേട്ടോ. സോ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ജെന്യുവൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ പാഷനോട് കൂടിയായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. അതും എത്രയും പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമുക്ക് 8 ഓഫ് വാൻഡ്സും അതുപോലെ നൈറ്റ് ഓഫ് വാൻഡ്സും കിട്ടിയിട്ടുണ്ട്. വാൻഡ്സ് അതായത് ഫയർ
എനർജിയാണ്, ക്വിക്ക് മൂവ്മെൻ്റ് ആയിരിക്കും അതിനുള്ളത്, സ്ലോ ആയിട്ടുള്ള വരവല്ല കാണിക്കുന്നത്. ബട്ട് നിങ്ങൾ ചാടിക്കയറി അങ്ങോട്ട് ഫസ്റ്റിൽ തന്നെ മെസ്സേജ് അയക്കാതിരിക്കുക കേട്ടോ. ഈ ഒരു പേഴ്സൺ ഉറപ്പായി നിങ്ങളിലേക്ക് തന്നെ തിരികെ വന്നുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് പേജ് ഓഫ് കപ്പ് ഓഫർ ചെയ്യാനും ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോൾ ക്രഷിനൊക്കെ വേണ്ടിയിട്ട് വാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 60% ആൾക്കാരുടെയും ക്രഷ് അവരുടെ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാത്തവർക്ക് നിങ്ങൾ പഴയ പോലെ തന്നെ കോൺടാക്റ്റിലേക്ക് വരുന്നതായിരിക്കും. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് ഈ പേഴ്സൺ തിരികെ വന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കുക കേട്ടോ. നമുക്ക് ബോട്ടം എനർജിയിൽ ക്യൂന് വാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ആരാണ് തിരികെ വരുന്നത്, അല്ലെങ്കിൽ ഹൂ ഈസ് കമ്മിങ് ടുവേർഡ്സ് യു എന്ന് ചോദിച്ചാലും ഓൾറെഡി നിങ്ങളുമായി റിലേഷനിലായിരുന്ന ഇപ്പോൾ നോ കോൺടാക്റ്റിലുള്ള ആ ഒരു പേഴ്സൺ ആണ് തിരികെ വരുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ആദ്യം തന്നെ അവിട്ടം എന്ന് പറയുന്ന നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടുക്കി ജില്ല 19, അതായത് 19 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏജും ആയിരിക്കാം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് കാണിക്കുന്നുണ്ട്. സജിറ്റേറിയസ് സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. നവംബർ മാസം കിട്ടിയിട്ടുണ്ട്. അതുപോലെ കാസർഗോഡ് ജില്ല കിട്ടിയിട്ടുണ്ട്. ഉത്രാടം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. 25 എന്ന് പറയുന്ന ഡേറ്റോ അല്ലെങ്കിൽ ഏജ് ആയിരിക്കാം കേട്ടോ. ആലപ്പുഴ ജില്ല കിട്ടിയിട്ടുണ്ട്. പൈസിസ് സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. വയലറ്റ് കളർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഈ റീഡിംഗ് കേൾക്കുന്ന സമയത്ത് വയലറ്റ് കളറിലുള്ള എന്തെങ്കിലും ആയിരിക്കാം ധരിച്ചിരിക്കുന്നത്. ഇവിടെ ഫാമിലി റെസ്പോൺസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഉത്തരട്ടാതി നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ടോറസ് സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ യു കിട്ടിയിട്ടുണ്ട്. 31 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഏജും ആയിരിക്കാം കേട്ടോ. ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. 18 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ചിത്തിര നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഐസ് കിട്ടിയിട്ടുണ്ട്, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണിന് വല്ല പ്രത്യേകത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പൂച്ചക്കണ്ണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ലിയോ സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. 13 എന്ന് പറയുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കുന്നു. മൂലം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. 20 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏജ് ആയിരിക്കാം. കോട്ടയം ജില്ല കിട്ടിയിട്ടുണ്ട്. 24 കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എഫ് കിട്ടിയിട്ടുണ്ട്. രോഹിണി നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. 8 എന്ന് പറയുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. തൃക്കേട്ട എന്ന് പറയുന്ന നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. പൂരാടം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫൈനലി കിട്ടിയിരിക്കുന്നത് ലോങ് ഹെയർ ആണ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ വരവിനായിട്ട് അല്ലെങ്കിൽ റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. എഴുതി തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് നോക്കുക. കാരണം എത്ര പേർക്ക് റെസണേറ്റ് ആയെന്ന് എനിക്ക് അറിയാനും സാധിക്കും. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.